നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂടുതൽ കുരുക്കിലേക്ക് എത്തുകയാണ്. സ്വർണം പൂശാനായി ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കർശന നിർദ്ദേശം പ്രശാന്തും സംഘവും അവഗണിച്ചതായാണ് ക്രൈംബ്രാഞ്ച് SITയുടെ ഗുരുതരമായ കണ്ടെത്തൽ. തിരുവാഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും ക്ഷേത്രവളപ്പിൽ വെച്ച് തന്നെ നടപ്പാക്കണം എന്നതായിരുന്നു ഉത്തരവ്. ദേവസ്വം മാനുവൽ കൃത്യമായി ചൂണ്ടിക്കാട്ടി 2024 ഒക്ടോബറിലാണ് സൂപ്രണ്ട് ഈ മുന്നറിയിപ്പ് നൽകിയത്. അതായത് ഈ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കത്ത് നൽകിയത്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ നിർദ്ദേശം ഇവർ ചവറ്റുകുട്ടയിലെറിഞ്ഞത്. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ ബോർഡ് അംഗം അജിത് കുമാർ എന്നിവരെ കഴിഞ്ഞ ആഴ്ചയാണ് SIT ടീം പൊക്കിയത്. തട്ടിപ്പിൽ ഇരുവർക്കുമുള്ള പങ്കും ഗൂഢാലോചനയും വ്യക്തമായതോടെയാണ് ഈ കടുത്ത നടപടി സ്വീകരിച്ചത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും. പ്രശാന്തിനെയും അജികുമാറിനെയും നേർക്കുനേർ ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കണക്കുകൂട്ടൽ. അതിനിടെ കേസിൽ ദിവസം ചെല്ലുന്തോറും പുതിയ കണ്ടെത്തലുകൾ പുറത്തുവരുന്നതിനാൽ വിശദമായ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും എന്നതാണ് വിവരം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ വൻതോതിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. ഇതിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണത്തിന്റെ വല വീശുമെന്നുമാണ് റിപ്പോർട്ടുകൾ. പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്ത ശേഷം ഇതിൽ പങ്കാളികളായ കൂടുതൽ പ്രമുഖരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ള കേസിലെ ഗൂഢാലോചനകൾ പ്രശാന്തും അജികുമാറും നേരിട്ട് പങ്കാളികളാണ് എന്നും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഗുരുതര വീഴ്ച വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 2019 നടന്ന അപഹരണവും കുറ്റകൃത്യങ്ങളും മറച്ചുവെക്കാനാണ് ഇവർ ചേർന്ന് പുതിയ ബോർഡ് ഉത്തരവിറക്കിയത്. ശബരിമലയിലെ പുണ്യസ്വർണം അപഹരിക്കുന്നതിന് പ്രതികൾ വഴിവിട്ട് കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും പണമുണ്ടാക്കാൻ വഴി തുറന്നു കൊടുക്കുന്നത് ഇവർ നൽകിയ ഒത്താശയാണ്. 2019 മോഷണം മറയ്ക്കാനാണ് 2025 വീണ്ടും സ്വർണം പൂശൽ നാടകം നടത്തിയത്. സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ച 12 പാളികൾ 4 നിന്നും വീണ്ടും സ്വർണം വേർതിരിച്ചെടുത്ത് തട്ടിയെടുത്തുവെന്നും SITയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.